ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ഥലത്തിൻ്റെ പേരോട് ചേർത്ത് കുടുംബത്തിൻ്റെ പേർ നൽകുന്നത് നാം സാധാരണയായിട്ട് കണ്ടുവരുന്ന കാര്യമാണ്. അതിന് പല ഉദാഹരണങ്ങൾ നമ്മുടെ തന്നെ പരിചയത്തിൽ നമുക്കുണ്ട്. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എഫ്രാത്യർ അല്ലെങ്കിൽ എഫ്രാത്യ കുടുംബം എന്ന നിലയിലാണ്. ഇവിടെ കുടുംബങ്ങളുടെ ആഭിജാത്യമോ കുലമഹിമയോ പാരമ്പര്യമോ ഒന്നുമല്ല നാം വിഷയമാക്കുവാനായിട്ട് പോകുന്നത്. ഒരു എഫ്രാത്യൻ എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകത്തിൽ 2ാമത് പറഞ്ഞിരിക്കുന്ന കുടുംബത്തെക്കുറിച്ചും നാം മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമുണ്ട്. 2 കുടുംബങ്ങളുടെ ചരിത്രമാണല്ലോ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ന വലിയ പ്രശ്നത്തിന്റെ കാരണവും പരിഹാരവും എന്ന നിലയിൽ ഈ കുടുംബങ്ങളെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ആദ്യത്തെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരണം അതിന്റെ കാരണവും, 2ാമത്തെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരണം അതിനുള്ള പരിഹാരവും എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 2ാമത്തെ കുടുംബം രൂപപ്പെടുന്നത് പോലുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ദമ്പതികളുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് ശേഷം സന്നിഹിതരായിരുന്ന മൂപ്പന്മാരും സകല ജനവും ആശംസിക്കുന്ന ആശംസയുടെ ഒരു ഭാഗം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. എഫ്രാത്തയിൽ നീ പ്രബലനായിരിക്ക എന്നാണത്. ഹി വിൽ ആക്ട് മാൻഫുള്ളി ഇൻ എഫ്രാത്ത എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നു. ഒരു പുരുഷനെ പോലെ അവൻ എഫ്രാത്തയിൽ കാര്യനിർവഹണം നടത്തും എന്നാണ് ആശംസിക്കുന്നത്. എഫ്രാത്യർ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഉള്ളത്. ഒരിക്കലൊരു സഹോദരി പറയുകയുണ്ടായി, ഒരു വീട്ടിൽ യുവപ്രായത്തിലുള്ള മക്കളുണ്ടെങ്കിൽ അവരുടെ ആത്മീക സ്ഥിതി നോക്കിയാൽ അറിയാം എപ്രകാരമാണ് ആ പിതാവ് കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ നയിച്ചത് എന്ന്. തിരുവചനത്തിൽ നിന്നും ഒരു ചെറുപ്പക്കാരനെ ഉദാഹരണമായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സങ്കീർത്തനങ്ങൾ 132:6 ദാവീദിന്റെ ചെറുപ്പകാല അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാം ശ്രദ്ധിക്കുക. നാം എഫ്രാത്തയിൽ അതിനെക്കുറിച്ച് കേട്ടു എന്ന് നാം അവിടെ വായിക്കുന്നു. അതിനെ എന്ന് പറയുന്നത് യഹോവയുടെ പെട്ടകത്തെക്കുറിച്ചാണ്. എഫ്രാത്തയിലാണ് ദാവീദിന്റെ ആദ്യ നാളുകൾ താൻ കഴിച്ചത്. ആ കാലത്ത് തന്നെ യഹോവയുടെ പെട്ടകത്തെക്കുറിച്ച് കേൾക്കുവാനും ചിന്തിക്കുവാൻ മനസ്സിലാക്കുവാൻ കാണുവാനുള്ള ആഗ്രഹം ഉള്ളിൽ ജനിക്കുവാനൊക്കെ ഇടയാകുന്ന ഒരു സാഹചര്യം അവന് ഉണ്ടായി. പെട്ടകം പിടിക്കപ്പെട്ടതും ആ വാർത്ത കേട്ടപ്പോൾ ഉണ്ടായ ഏലിയുടെ മരണവുമൊക്കെ ആയിരിക്കാം ഇതിന് കാരണമായത്. പിന്നീട് വളരെ നാളുകൾക്ക് ശേഷം മാത്രമാണ് അവന് അത് കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. എങ്കിലും അതിനായി വാഞ്ചയോടെ ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു അവനുണ്ടായിരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ മക്കളിൽ ആത്മീക കാര്യങ്ങൾക്കുള്ള താല്പര്യവും ആഗ്രഹവും ജനിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. സങ്കീർത്തനം 132:6 അടുത്ത ഭാഗം നാം വായിക്കുന്നത് വനപ്രദേശത്ത് അതിനെ കണ്ടെത്തിയല്ലോ എന്നാണ്. ഇൻ ദ ഫീൽഡ്സ് ഓഫ് വുഡ് എന്ന് ഇംഗ്ലീഷിൽ നാം വായിക്കുന്നു. ഫീൽഡ്സ് ഓഫ് വുഡ് എന്നത് കിര്യത്ത് യെയാരീമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കിര്യത്ത് എന്ന് പറഞ്ഞാൽ സിറ്റി അല്ലെങ്കിൽ ടൗൺ അല്ലെങ്കിൽ പട്ടണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജാർ എന്ന് പറഞ്ഞാൽ വുഡ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ മരം എന്നാണ് അർത്ഥം. ജയാരീം എന്നത് ജാർ എന്നതിന്റെ പ്ലൂറൽ ഫോമാണ്, അല്ലെങ്കിൽ ബഹുവചനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ കിര്യത്ത് യെയാരീം എന്നതിന്റെ അർത്ഥം സിറ്റി ഓഫ് വുഡ്സ് എന്നാണ്. 1 ശമൂവേൽ 7:2 നാം വായിച്ചാൽ പെട്ടകം കിര്യത്ത് യെയാരീമിലായിട്ട് ഏറിയ കാലം, ഏകദേശം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. 1 ശമൂവേൽ 6:21 പെട്ടകം ഫെലിസ്ത്യരുടെ അടുക്കൽ നിന്നും മടങ്ങി വന്നതിന് ശേഷമുള്ള കാര്യമായിട്ട് ഇത് മനസ്സിലാക്കാം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് കാണുവാനിടയായത് എത്ര ഭാഗ്യവും സന്തോഷപ്രദവുമായിട്ടാണ് ദാവീദ് കണക്കാക്കിയത്. നാം സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, കതിരിൽ വളം വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന്. ഒരുവനല്പം പ്രായമായാൽ
പിന്നീട് ആത്മീകമായി അവന് കാര്യങ്ങളിൽ താല്പര്യം ജനിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പിതാവ് കുടുംബനാഥൻ എന്ന നിലയിൽ വചനത്തിൽ നിന്നുള്ള ആത്മീക സത്യങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്കോ മറ്റോ നൽകി കുഞ്ഞുങ്ങളെ വളർത്തിയാൽ ആ സത്യങ്ങളും പ്രമാണങ്ങളും തീർച്ചയായിട്ടും ആ മക്കളിൽ സ്വാധീനിക്കുവാനും അത് അവരിൽ ക്രിയ ചെയ്യുവാനും ഇടയായിത്തീരും. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ വളരെ ദുഃഖത്തോടും കണ്ണുനീരോടും കൂടെ പറയുവാനും ഓർക്കുവാനും ഇടയാകുന്ന ഒരു സംഗതിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു എഫ്രാത്യൻ എന്ന് കേൾക്കുമ്പോൾ ആത്മീകമായിട്ട് പ്രബലതയോടെ നിൽക്കുവാൻ കഴിയുന്നവൻ, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുവാൻ ആവശ്യമുള്ള ഒരു രംഗമായിട്ട് നമുക്കതിനെ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ആദ്യം പിതാവ് പ്രബലനാകണം, പിന്നീട് അത് മക്കളിലേക്ക് പകരുവാനായിട്ട് ഇടയായിത്തീരണം. വീടാണ് അതിനുള്ള പ്രധാന കളരിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മക്കളെക്കുറിച്ചുള്ള ദുഃഖം ബാക്കിയാകുവാൻ നമുക്ക് ഇടവരാതെ ഇരിക്കട്ടെ. ആത്മീക പ്രബലതയോടെ ജീവിക്കുവാൻ പിതാക്കന്മാർക്ക് ദൈവം ഇടവരുത്തട്ടെ. അതിലൂടെ ദൈവം നാം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ.